അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെഗാ പിക്സൽ, അതുപോലെ എന്താണ് വീഡിയോ റെസൊല്യൂഷൻ, പിന്നെ വീഡിയോ റെസൊല്യൂഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അത് ഞാൻ പറഞ്ഞുതരാം. പിടിക്കൂ നീ ക്യാമറ ഞാൻ ഇപ്പം ലച്ചുൻ്റെ കൊടുത്തു. കാരണം ഞാനിങ്ങനെ വെച്ച് ക്യാമറ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും അവൾ ഓൾറെഡി ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എടി അത് നോക്കടിയാ ഒരു ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ഇത് ശരിക്കൊരു ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ശരിക്കൊരു ട്യൂട്ടോറിയൽ വ്ളോഗാണ്. ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. എൻ്റെ കൂടെ ലിൻസി ഉണ്ട്. ഹായ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കുറച്ച് കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രീമിയം കണ്ടൻറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി വ്ളോഗ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോന്നോരോന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾക്ക് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ഒരാൾക്ക് ഓരോ ടേംസും കാര്യങ്ങളും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്താണെന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു വലിയൊരു ഹെവി ഒരു അഡ്വാൻസ്ഡ് ലെവലല്ല, പതുക്കെ നിങ്ങളെല്ലാവരും പഠിച്ച് വരുമ്പോഴത്തേക്കും ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്യുക. അത് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളിത് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം അത് ഞാൻ സീക്വൻസ് വൈസ് ആയിട്ടാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കണ്ടൻറ്റിലോട്ട് വരാം. അപ്പം എന്താണ് ഫോട്ടോഗ്രാഫിയിൽ മെഗാ പിക്സൽ എന്ന് പറയുന്നത്? നിങ്ങളൊരു ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാമറ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾ പറയും 18 മെഗാ പിക്സൽ അല്ലെങ്കിൽ 24 മെഗാ പിക്സൽ, 16 മെഗാ പിക്സൽ, അങ്ങനെ ഓരോന്നും പറയാം. അതെന്താണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിൽ, എന്ന് വെച്ചാൽ നോർമലി എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് കുറച്ച് ഫോട്ടോഗ്രാഫി കണലിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിലൊരു സെൻസറുണ്ട്. ആ സെൻസർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്യാമറയിലെ സെൻസറിൽ പിക്സൽസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഒരു ഫോട്ടോ വന്ന് പതിയാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സെൻസർ എന്ന് പറയുന്നത്. ആ സെൻസറിനകത്ത് ഓരോരോ ഡോട്ടുകളുണ്ടാവും. ആ ഡോട്ടിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻസറിൽ 16 മെഗാ പിക്സൽസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മെഗാ പിക്സൽസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ 18 മെഗാ പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സെൻസറിൽ 18 മെഗാ പിക്സൽസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ 24 മെഗാ പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സെൻസറിൽ 24 മെഗാ പിക്സൽസുകൾ പാക്ക് ചെയ്ത് ഓരോ ഡോട്ടുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതാണ് മെഗാ പിക്സൽസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പിക്ചർ പതിയുന്ന ആ ഒരു സെൻസറിനകത്തുള്ള ഡോട്ടുകളെയാണ് മെഗാ പിക്സൽസ് അല്ലെങ്കിൽ പിക്സൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ആ പിക്ചറിനെ ക്യാപ്ചർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കഴിവ്, ആ ക്യാമറയുടെ കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് മെഗാ പിക്സൽസ് അല്ലെങ്കിൽ പിക്സൽസ് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിനായിട്ട് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, മെഗാ പിക്സൽ കൂടിക്കഴിഞ്ഞാൽ ക്യാമറയുടെ ക്വാളിറ്റി കൂടുമോ? അതാണ് രണ്ടാമത്തെ കാര്യം. ക്യാമറയെ നമ്മൾ 4 തരത്തിൽ തിരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ, പിന്നെ അല്ലെങ്കിൽ ഒരു ക്രോപ്ഡ് സെൻസർ ക്യാമറ അല്ലെങ്കിൽ APS-C സെൻസർ ക്യാമറ, പിന്നെ ഒരു മൂന്നാമത്തെ കാറ്റഗറി ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറ. അതിലൊരു മൊബൈൽ ഫോണിന് എടുക്കാം, ഒരു ക്രോപ്ഡ് സെൻസർ ക്യാമറ എടുക്കാം, ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറ എടുക്കാം. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ ഇത്രയും സെൻസർ ആണെങ്കിൽ ക്രോപ്ഡ് സെൻസർ ക്യാമറയിൽ കുറച്ചുകൂടെ വലുതായിരിക്കും. അതുപോലെ ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറയിൽ സെൻസർ വളരെ വലുതായിരിക്കും, 35mm സെൻസർ ആയിരിക്കും. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഇപ്പം നമ്മൾ 18 മെഗാ പിക്സലിൻ്റെ ഒരു ഫോണാണെങ്കിൽ അതിൻ്റെ സെൻസർ ഇത്രയായിരിക്കും, അതിനകത്ത് 18 മെഗാ പിക്സൽ പാക്ഡ് ആയിരിക്കും. അതുപോലെ ഒരു 24mm ക്യാമറയിലെ 18 മെഗാ പിക്സൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അതുപോലെ 35mm ക്യാമറയിലും നമ്മൾ 18 മെഗാ പിക്സൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മൊബൈൽ ഫോണിനും ക്രോപ്ഡ് സെൻസർ ക്യാമറയ്ക്കും ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറയ്ക്കും സെയിം മെഗാ പിക്സലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് തോന്നും ഏതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി വരുന്നത് 35mm ക്യാമറയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെൻസറിൽ കൂടുതൽ സെയിം മെഗാ പിക്സൽസിനെ പാക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ക്വാളിറ്റി കൂടുതലായിട്ട് കിട്ടുന്നത്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ചെറിയ സെൻസറാണ്. ചെറിയ സെൻസറിൽ നമ്മൾ 18 മെഗാ പിക്സലിനെ പാക്ക് ചെയ്ത് വെച്ചാൽ അതിനകത്ത് ഒരിക്കലും വലിയ ക്വാളിറ്റി കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി ഇത്രയേ ഉള്ളൂ. 18 മെഗാ പിക്സലിനെ മൊബൈലിൻ്റെ ചെറിയ സെൻസറിൽ പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഓരോ പിക്സൽസിൻ്റെ ഏരിയ വളരെ കുറവായിരിക്കും. പക്ഷേ ആ 18 മെഗാ പിക്സലിനെ തന്നെ നമ്മൾ APS-C സെൻസറിൽ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു 24mm ലെങ്ത് വരുന്ന ഒരു സെൻസറിൽ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഓരോ പിക്സൽസിൻ്റെയും ഏരിയ, ലൈറ്റ് ക്യാപ്ചറിങ് ഏരിയ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതേ മെഗാ പിക്സൽസിനെ തന്നെ നമ്മൾ ഒരു 35mm വലിയ സെൻസറിൽ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും
ഓരോ പിക്സലിൻ്റെയും വലിപ്പം അല്ലെങ്കിൽ ഓരോ പിക്സലിൻ്റെയും ലൈറ്റ് ക്യാപ്ചറിങ് ഏരിയ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലൈറ്റിനെ ഓരോ പിക്സൽസിനും ഈ 35mm സെൻസറിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35mm സെൻസറിൽ നമ്മൾ 18 മെഗാ പിക്സലിനെ പാക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് ശരിക്കും ഒരുപാട് ക്വാളിറ്റിയിൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഒരു മൊബൈൽ ഫോണിൽ ഒരു 24 മെഗാ പിക്സൽ തന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിൻ്റെ സെൻസർ വലിപ്പം വരുന്നില്ല. ക്യാമറയിൽ എപ്പോഴും ഒരു വലിയ സെൻസറുള്ള ക്യാമറയിൽ ഒരുപാട് മെഗാ പിക്സൽ കിട്ടിയാലേ നമുക്ക് ആ പിക്ചറിൽ അത്രയും പിക്സൽസിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഒരു പിക്ചർ നമ്മളൊരു പരിധി കഴിഞ്ഞ് സൂം ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും. മീൻസ് അതിനകത്ത് അതിൻ്റെ ഡോട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു ക്യാമറയിലെടുക്കുന്ന ഫോട്ടോ നമുക്ക് കുറച്ചുകൂടെ മൊബൈൽ ഫോണിൽ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് ഇൻഡെപ്തായിട്ട് വലിപ്പത്തിൽ സൂം ചെയ്യാൻ പറ്റും. അതിൻ്റെ മെയിൻ റീസണും ഈ സെൻസറിൻ്റെ സൈസാണ്. ഒരു 24 മെഗാ പിക്സലുള്ള ക്യാമറ കിട്ടി, പക്ഷേ സെൻസർ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ എഫക്റ്റ് ഒന്നുമില്ല. ഒരു 24 മെഗാ പിക്സലുള്ള ക്യാമറ കിട്ടി, പക്ഷേ സെൻസർ സൈസും കൂടെ കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫോട്ടോ റെസൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോയുടെ റെസൊല്യൂഷനാണ്. അപ്പം നമ്മുടെ മെഗാ പിക്സൽ പറയുന്ന പോലെ വീഡിയോയ്ക്ക് റെസൊല്യൂഷൻ മെഗാ പിക്സലിലല്ല പറയുന്നത്. വീഡിയോയ്ക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 720p അല്ലെങ്കിൽ 1080p 4K അതുപോലാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 24 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഒരു 18 മെഗാ പിക്സൽ ക്യാമറയിൽ നമ്മൾ ആ ഫുൾ മെഗാ പിക്സൽ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ ഒരു പിക്ചർ എടുക്കുമ്പോൾ തന്നെ ഒരു 24 മെഗാ പിക്സൽ ഉള്ള ഒരു പിക്ചറിന് നല്ല സൈസ് ഉണ്ടാകും. ഒരു 10 MB അല്ലെങ്കിൽ ഒരു 15 MB, ചിലപ്പോൾ 20 MB വരെ പോകുന്ന ഒരു പിക്ചറിന് 20 MB വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ നമ്മൾ 24 ഫ്രെയിം പെർ സെക്കൻഡ് അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് പിക്ചേഴ്സിനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പിക്ചറിനെയും നമ്മൾ ഈ ഒരു 20 MB വരുന്ന ഓരോ പിക്ചറിനെ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കാൻ പ്രാക്ടിക്കലി ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിക്ചറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വളരെ ചെറിയ ഒരു സൈസുള്ള പിക്ചറാക്കും. അതുകൊണ്ടാണ് ഇവർ 720p അല്ലെങ്കിൽ 1080p അല്ലെങ്കിൽ 4K എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേക റെസൊല്യൂഷൻ ആ ക്യാമറയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയാം, എന്താണ് 720p. 720p എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രെയിം എടുക്കുമ്പോഴത്തേക്കും വെർട്ടിക്കലി വരുന്ന ഈ പോർഷനിൽ 720 പിക്സൽസ് നമ്മൾ ഡോട്ട്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ 720 വെർട്ടിക്കൽ ലൈൻ 720p ആയിരിക്കും. അതിനെയാണ് 720 പിക്സൽ എന്ന് പറയുന്നത്. അതാണ് 720p അല്ലെങ്കിൽ HD എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ 1080p എടുക്കുക, എന്ന് വെച്ചാൽ ഫുൾ HD എടുക്കുക. ഫുൾ HD ഇടുമ്പം നമ്മുടെ വീഡിയോ റെസൊല്യൂഷൻ്റെ ഈ വെർട്ടിക്കലി ഉള്ള സ്ഥലത്ത് 1080 പിക്സൽസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 1080 പിക്സൽസ് പാക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ 1080p എന്ന് പറയുന്നത്. ഇനി നമ്മൾ 4K എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്ത് 1080ൻ്റെ ഡബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ 4K എന്ന് പറയുന്നത്. ഇനി അതിന് മുകളിലോട്ടുള്ള വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട്. അത് 4K കഴിഞ്ഞിട്ട് പിന്നെ 8K ഉണ്ട്, പിന്നെ 16K ഉണ്ട്. അങ്ങനെ ഒരുപാട് റെസൊല്യൂഷൻ കൂടി വരുന്നതിനനുസരിച്ച് ഒരുപാട് വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1080p ആണ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എല്ലാ ചെറിയ മൊബൈലുകളും കാര്യങ്ങളും എല്ലാം 1080p ആണ്. എല്ലാവരും ഇപ്പോൾ ഒരു 4Kയിലോട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൊബൈലുകളും അല്ലെങ്കിൽ എല്ലാ ക്യാമറകളും എല്ലാം 4K എടുക്കാനുള്ളൊരു 4Kയിലോട്ട് അപ്ഡേറ്റ് ആവാനുള്ളൊരു ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 4K ആവുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള അതിൻ്റേതായിട്ടുള്ള ഹാർഡ്വെയറും വേണം, ഇപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും വേണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് വേണം. ഇപ്പം യൂട്യൂബ് വരെ 4Kയും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന സെറ്റപ്പ്. അപ്പോൾ വീഡിയോ റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സാധനമാണ്. ഫോട്ടോയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ഐറ്റമാണ്. ഫോട്ടോയെ നമ്മളെപ്പോഴും മെഗാ പിക്സൽ ആ ഒരു റേഞ്ച് വരെ നമ്മളൊരു ഫോട്ടോയെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 24 മെഗാ പിക്സൽ, 32 മെഗാ പിക്സൽ, 40 മെഗാ പിക്സൽ വരെയുള്ള ക്യാമറകൾ ഡെവലപ്പായി വന്നിട്ടുണ്ട്. അതുപോലെ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും 4K 8K അങ്ങനെ 1080p അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു 40 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറ ആണെങ്കിൽ പോലും അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒരിക്കലും ഈ 40 മെഗാ പിക്സലിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വീഡിയോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൈസ് കുറഞ്ഞ പിക്ചറായിട്ടാണ് വീഡിയോയെ സേവ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് മെഗാ പിക്സലും വീഡിയോ റെസൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടന്റ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മെഗാ പിക്സൽ എന്തുകൊണ്ടാണ് മെഗാ പിക്സൽ എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നതും
ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊരു ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കുക, മെഗാ പിക്സൽ എന്താണെന്നും അതുപോലെ വീഡിയോ റെസൊല്യൂഷൻ എന്താണെന്നും. എന്തുകൊണ്ടാണ് മെഗാ പിക്സൽ, ഇപ്പോൾ ഇത്രയും മെഗാ പിക്സൽ ഉള്ളൊരു ക്യാമറയ്ക്ക് എന്തുകൊണ്ടാണ് ആ മെഗാ പിക്സലിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസണും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ടൈം ലാപ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നമ്മൾ ശരിക്കും ഫോട്ടോയെ തന്നെ ഓരോ ഫ്രെയിം വൈസ് ഫോട്ടോയെ തന്നെ എടുത്തിട്ട് നമ്മളതിനെ കണ്ടിന്യൂസ് പ്ലേ ചെയ്ത് വീഡിയോ ആക്കാറുണ്ട്. അതിനും എഡിറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് നല്ല പവർഫുൾ ആയിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഡിറ്റിംഗ് മെഷീൻ നമുക്ക് വേണം. അത് നമ്മൾ ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ ഓരോ പിക്ചർ എടുത്ത് ഫോട്ടോ എടുത്ത് അതിനെ നമ്മൾ വീഡിയോ ആക്കി മാറ്റിയിട്ടാണ് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ടൈം ലാപ്സ് വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഈ 24 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ വീഡിയോ ആക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ പഴയ ട്യൂട്ടോറിയൽ നിങ്ങൾ പോയി വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ റിലേറ്റഡ് സാധനങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അങ്ങനെ ബേസ് ചെയ്താണ് ഞാൻ ഓരോന്നും ഇട്ട് വരുന്നത്. കാരണം ഞാനൊരു റിയൽ ലൈഫ് വ്ളോഗറാണ്, പിന്നെ അതുപോലെ ഒരു ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ ഇവിടുത്തെ പ്രൊഫഷൻ. അപ്പം ഞാൻ എന്തായാലും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടൻറ്റുകൾ എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം ഹെവി വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെ വിനേഷ് ഹിയർ, സൈനിങ് ഓഫ്.